നിങ്ങൾ ഈന്തപ്പഴം പൊരിച്ചത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈന്തപ്പഴം എടുത്തതിന് ശേഷം നടുവേ പിളർന്ന് അതിലേക്ക് ഓരോ കാഷ്യൂ വീതം നിറച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഈന്തപ്പഴം നടുവേ മുറിച്ചെന്നോ ഇതിൻ്റെ ഉള്ളിൽ കാഷ്യൂ ഉണ്ടെന്നോ ആർക്കും മനസ്സിലാവത്തേയില്ല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കണ്ടേ? അതിനുവേണ്ടി കുറച്ച് മൈദ എടുത്തതിന് ശേഷം അല്പം ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായി പോയി നമ്മുടെ ഈന്തപ്പഴത്തിൽ ഇത് കോട്ടായി കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഒരുപാട് തിക്കും ആവരുതേ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിലേക്ക് ഇത് ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുവേ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെയല്ലേ തയ്യാറാക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈന്തപ്പഴം പൊരിച്ചതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിവിടെ ചായക്കൊപ്പം വൈകുന്നേരമാണ് ഇത് കഴിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.